ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെ കുറച്ചുകൂടി സ്മാർട്ടായി ജീവിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫാണിത്. നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടല്ലേ, പക്ഷെ പലപ്പോഴും ഈ ഇൻഫർമേഷൻ ഓവർലോഡിൽ നമ്മൾ പെട്ടുപോവാറില്ലേ? അപ്പോ പഴയ ചില പാഠങ്ങളും പുതിയ ടെക്നോളജിയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക. വാട്സാപ്പ് ഫോർവേഡുകളിലെ ഹെഡ്ലൈനുകൾ മാത്രം വായിച്ചാലോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ ഡബിൾ സ്പീഡിലിട്ട് കേട്ടാലോ യഥാർത്ഥ പഠനം നടക്കില്ല. ഒരു പുസ്തകമോ ആർട്ടിക്കിളോ ശരിക്കും ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്ക്രോളിംഗ് അല്ല, വായനയാണ് പ്രധാനം. രണ്ടാമതായി, ഓൺലൈനിൽ കാണുന്നതിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുന്നത് നല്ലതാ. ഇൻസ്റ്റഗ്രാമിലെ ആ പെർഫെക്റ്റ് ചിത്രങ്ങളും ഫേസ്ബുക്കിലെ കമന്റ് ബോക്സിലെ അടിയും ഒന്നും റിയാലിറ്റി അല്ല. കാണുന്നതപ്പടി വിശ്വസിക്കുന്നതിനു പകരം എന്താ ഇതിന് പിന്നിലെ സത്യമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. തർക്കിച്ച് ജയിക്കുന്നതിലല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അവസാനമായിട്ട്, നമ്മുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ്സിനെക്കുറിച്ചൊരു ബോധ്യം വേണം. നമ്മൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, അതൊരു കമന്റായാലും ഷെയർ ആയാലും, അതിൻ്റെതായൊരു ഇഫക്റ്റ് ഉണ്ടാകും. ആ സെൻഡ് ബട്ടൺ അമർത്തുന്നതിന് മുൻപ് ഇതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് ഒരു നിമിഷം ആലോചിക്കുന്നത് ശീലമാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജി നമ്മളെ ഭരിക്കുന്നതിന് പകരം നമ്മുടെ വളർച്ചയ്ക്കുള്ളൊരു ടൂളായിട്ട് അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക.